എനിക്ക് എന്നെ മുണ്ട് മാത്രമേ കൊടുക്കൂ. എന്നിട്ട് മുണ്ട് കൊടുക്കുന്നില്ലല്ലോ ഇവിടെ. സാറിന് കാണണോ? ഇതാണോ എപ്പോഴും സാറിന് കാണണോ? ഇതാണ് വക്കീല്. ചൂട് തിളച്ച ചായ കണ്ണിലൊഴിച്ചിരിക്കുന്നത്. അയാള് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീല്. അതായത് മുണ്ട് ഉടുക്കാറില്ല. സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ, മുണ്ട് നോക്കി കാണിക്കുക. അത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിത്രീകരിക്കാൻ എത്തിയ നമ്മളുടെ അവസ്ഥ ഇതാണ്. കണ്ടോ, തിളച്ച ചായ ഒഴിച്ചിരിക്കുകയാണ്. തിളച്ച അപ്പുറത്തൊരു വീട്ടിൽ ഒരു 2 സ്ത്രീകൾ, അതിൽ 2 കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ്. അപ്പുറത്ത് ഒരു പ്രവാസിയുടെ വീടാണ്. അവിടെ വന്നിട്ട് രാവിലെ തൊട്ട് ഇതായിരുന്നു പരിപാടി. അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാൽ നഗ്നപ്രവേശം കാണിക്കുക, തുണി ഉരിഞ്ഞ് കളയുക. ഉരിഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ അപ്പുറം വരെ വരും, അതിന് കുറച്ച് അപ്പുറത്തോട്ട് പോകും. അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മൂപ്പർക്ക് പരിപാടി. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കീലാണ്. അപ്പം അവർക്ക് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് ഒരു പോലീസ് വണ്ടി വന്നായിരുന്നു. വന്നിട്ട് ഇവനെ കണ്ടുകൊണ്ടങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വട്ടം ഉള്ള ഇവനെ പറ്റി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഡെയിലി ഇത് തന്നെ, മിക്ക സമയങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന പരിപാടി. ഇയാൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന പക്ഷേ ഒരു തുണി മാറത്തില്ല. വേറെ മുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. അതിനകത്ത് വല്ല ഏഷൊക്കെ കാണും. വക്കീലിന്റെ മുണ്ട് അലർജിയാണോ? എനിക്ക് എന്നെ മുണ്ട് മാത്രമേ കൊടുക്കൂ. എന്നിട്ട് മുണ്ട് കൊടുക്കുന്നില്ലല്ലോ ഇവിടെ. സാറിന് കാണണോ? ഓടി പോകും. മുണ്ട് നോക്കി കാണിക്കുന്നതാണ് വക്കീലിന്റെ സ്ഥിരം പരിപാടി. നോക്കണ്ട. ഇന്നലെ ഈ കൊച്ചൻ്റെ വീട്ടിൽ ചെന്ന് എന്തെല്ലാം വേണം ഉണ്ടാക്കി വിളിച്ചു പറഞ്ഞിട്ട് നടത്തില്ല. പോലീസുകാരെല്ലാം അവരെ തരാം. ഈ കൊച്ചൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ ചെന്ന് രാത്രി ചോദിച്ചു. പറഞ്ഞോ, എന്താണ് ഇയാളെ കൊണ്ട് ഇവിടെ ശല്യം? നാട്ടുകാരോട് ആരും അവരെ കൊടുക്കരുത്. ഈ വക്കീലിവിടെ പൊതുശല്യം എന്ന് പറയുന്നത് സത്യമാണോ? ശല്യമാണെങ്കിൽ ഇപ്പൊ കാണുന്ന സ്ഥിരല്ലേ, അറിഞ്ഞു കൊടുക്കണം. അവരെന്തിനാ പ്രതിയാക്കുന്നു? പോലീസ്. എന്തോ ഇദ്ദേഹത്തിന്റെ പേര്? അവന്റെ പേര് ഞാനിപ്പോ വഴിപോക്കനാ. ഏത് പോക്കനാ? എവിടാ പോയത്? അപ്പൊ എല്ലാം പോകുന്നുണ്ടോ കൃത്യമായിട്ട്? പൊതുശല്യമാണല്ലയോ? എവനെ പോലെ എടുത്ത് കളയണം. കേട്ടില്ല. എവനെ പോലെ ഉള്ളവനെ എടുത്ത് കളയണം. നിന്റെ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ. നമ്മുടെ ആഗ്രഹം എന്താണ്? ആഗ്രഹം നിങ്ങൾ ഇത്രയും വിവരവും കാര്യങ്ങളും ഉള്ള ഒരാളല്ലേ. നിങ്ങൾ ഇതായി കാണിക്കുന്നത് അല്ല, വളരെ മോശമല്ലേ. ഞാൻ നിന്റെ കേസ് പറഞ്ഞു നന്നാക്കാക്കുന്നില്ല. നിന്റെ കേസ് ഞാൻ വായിച്ചു. നിങ്ങളൊരു വളരെ മോശമായ പരിപാടിയല്ലേ.